ഇപ്പൊ നമ്മുടെ എമ്പുരാൻ സീരീസിലെ അടുത്ത ക്യാരക്ടർ മാർട്ടിൻ എന്താ മുരുകൻ മാർട്ടിനസ് മുത്തു. അതാണ് നമ്മുടെ അടുത്ത ക്യാരക്ടർ. തുടങ്ങി അതായത് നെടുമ്പള്ളി എന്ന ലൂസിഫർ സിനിമയിൽ നെടുമ്പള്ളി എന്ന ഗ്രാമത്തിൽ അവിടുത്തെ ലോക്കൽ ആളുകളുടെ നേതാവായിട്ട് പ്രതിനിധീകരിച്ചു നമ്മുടെ സ്റ്റീഫന്റെ കയ്യാളായിട്ട് അവിടുത്തെ ആളുകളുടെ ഒരു നേതാവ് എന്ന രീതിയിൽ നമ്മൾ ആ സിനിമയിലെ ഒരു ഫൈറ്റ് സീനൊക്കെ കണ്ടല്ലേ. ഫൈറ്റ് സീനിലൊക്കെ ഈ മുത്തുണ്ട്. അപ്പൊ നമ്മള് എമ്പുരാനിലും മുത്തുണ്ട്. മുരുകൻ മാർട്ടിൻ എന്നുള്ള കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ മലയോര രാഷ്ട്രീയമാണ്. ലൂസിഫർ സിനിമയിലെ മലയോര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് മുത്തു എന്ന കഥാപാത്രം സിനിമയിലേക്ക് വരുന്നത്. ആദ്യത്തെ സിനിമയിൽ ലൂസിഫറിൽ അത് അത്ര പ്രത്യക്ഷത്തിലായിരുന്നില്ല എങ്കിലും നമുക്ക് ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും ആ രാഷ്ട്രീയത്തിന്റെ ഉൾക്കാഴ്ചകളും ആ രാഷ്ട്രീയത്തിന്റെ മാംസയും മജ്ജയൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കിനി മുരുകൻ മാർട്ടിൻ എന്ന ആക്ടറിനെ കുറിച്ച് പറയാം. പുള്ളീന്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഡാർവിന്റെ പരിണാമം എന്ന പടമാണ്, പൃഥ്വിരാജിന്റെ കൂടെ. അപ്പൊ അതിന്റെ ഒരു കയ്യാളായിട്ട് അതേപോലെ ഇപ്പൊ ഈ ലൂസിഫർ എന്നുള്ള സിനിമയിൽ കുറച്ചൊരു മികവുറ്റ രീതിയിലാണ് പുള്ളീനെ പ്രസന്റ് ചെയ്തതെങ്കിലും ഡാർവിന്റെ പരിണാമത്തിൽ അത്ര പ്രാധാന്യമുള്ള വേഷമായിരുന്നില്ല. പിന്നെ പുള്ളി അഭിനയിച്ച പടങ്ങളാണ് അടിത്തട്ട് പോലുള്ള സിനിമകൾ. അതിലും അത്ര പ്രാധാന്യമുള്ള വേഷമാണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒഴിച്ചുകൂടാനാവാത്ത വേഷം എന്നുള്ള രീതിയിലുമാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ജയസൂര്യയുടെ കൂടെ താരതമ്യേന കുറച്ച് ബെറ്റർ റോളായിരുന്നു. ത്രൂ ഔട്ട് ദ പടം ജയസൂര്യയുടെ കൂടെ തന്നെയുള്ള ഒരു ഇതായിട്ടുണ്ടായിരുന്നു. ലൂസിഫർ എന്നുള്ള സിനിമയിൽ പുള്ളിന്റെ പിവറ്റൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പുള്ളിനെ മോഹൻലാലിന്റെ മാസ് അപ്പീലും മോഹൻലാലിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനും ഒക്കെ പുള്ളിന്റെ കണ്ണുകളിലൂടെ ആയിരുന്നു സ്ഫുരിക്കുന്നത്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന്റെ ഒരു ബഡ്ഡി എന്ന് പറയുന്നത് മോഹൻലാലിന്റെ നോട്ടത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ ആശ്രമമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോഹൻലാലിന്റെ ചെവിയിൽ എത്തിക്കുന്ന ഒരു വിശ്വസ്തൻ. ആ ഒരു രീതിയിൽ മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷൻ സീന് നേരെ പുള്ളിയുടെ മുഖത്തേക്ക് പാൻ ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് എക്സാക്ട് ആയിട്ട് ആ ഗൂസ് പംപ്സ് തരുന്ന മൊമെന്റ് നമ്മൾ ഉള്ളിൽ ജനിപ്പിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ അടുത്ത നമ്മൾ എന്തോ ഒരു ത്രില്ലിംഗ് ആയിട്ടൊന്ന് കാണാൻ പോകുന്നുണ്ട് എന്നുള്ളത് പുള്ളിയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു എമ്പുരാന്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ അതിലും നമുക്കൊരു ചില സീനുകളിലും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആളുടെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ അതിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കണ്ണിലൊരു ഷൈനിങ്, എന്തോന്ന് ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീഫന്റെ ട്രാൻസ്ഫോർമേഷൻ സീൻ കണ്ട അതേപോലെ എന്തോ ഒരു സീൻ ഇതിലും നമുക്ക് എമ്പുരാനിലും വെയിറ്റിംഗ് ഉണ്ട്. കാരണം അത് മുരുകന്റെ ആ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലൂസിഫർ എന്നുള്ള സിനിമയിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോഴുള്ള മാറ്റം, പുള്ളിയുടെ അവേശവിധാനത്തിലും പുള്ളിയുടെ ആ ഒരു അപ്പീലൊക്കെ വന്ന മാറ്റവും കൂടി നമുക്ക് ശ്രദ്ധയായിട്ട് കാണേണ്ടതായിരിക്കുന്നുണ്ട്.